ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ശ്യാമസുന്ദരൻ എന്ന കവിതാ സമാഹാരത്തിലെ തത്വമസി അല്ലെങ്കിൽ രാധാമാധവൻ. മാധവനെ ഇരുളിൽ നടക്കുന്ന രാധയൊന്നറിയാതെ ചവിട്ടിപ്പോയി പെട്ടെന്നങ്ങു പരിഭ്രമം പൂണ്ടവൾ തൊട്ടുമൂർധാവിൽ വെച്ചു ഭഗവാനെ. രാധിക തൻ പ്രവൃത്തി കണ്ടിത്തിരി ആധിയോടെ മുകുന്ദനരുൾ ചെയ്തു, എന്തു സാഹസമാണു നീ ചെയ്തതു, ഹന്ത കഷ്ടമെൻ ജീവിത നായികേ. അപ്രതീക്ഷിതമാകുമീ വാക്കു കേട്ടൽപ്പമമ്പരന്നങ്കന ചോദിച്ചാൾ, തൊട്ടുമൂർധാവിൽ വെച്ച ഞാനെങ്ങിനെ തെറ്റുകാരത്തിയായെന്നറിഞ്ഞില്ല. ഈശ്വരനെ ചവിട്ടുന്നവരല്ലേ ശാശ്വതമായി നരകത്തിൽ വീഴുവോർ. പ്രേയസിയുടെ മുൻചൊന്നതായൊരു ന്യായമേറും കളമൊഴി കേൾക്കവേ, നിത്യസംഭുല്ലമാകും മുഖാംബുജം അത്യധികമാമാധിയാൽ മ്ലാനമായി. ഓമലാളെ അനിർവചനീയമാം പ്രേമമാർദ്ദവമോടെ തിരുമാറിൽ ചേർത്തു പുൽകിട്ടു ബാഷ്പമാം മുത്തുകൾ ചാർത്തി നാരീകുച കുങ്കുമങ്ങളിൽ വൽകുവായി നെടുവീർപ്പിട്ടുകൊണ്ടേവം ഗൽഗദത്തിലുരച്ചാൻ ഗദാഗ്രജൻ. കഷ്ടമെൻ സഖി രാധേ, ഇനിയും നീ ഒട്ടുമെന്നെ മനസ്സിലാക്കിയില്ലല്ലോ. വാസ്തവത്തിൽ നരകാദികളുടെ വാർത്തയൊന്നുമെനിക്കു തിരിയില്ല. പ്രേമമെന്ന രണ്ടക്ഷരം മാത്രമെൻ കോമളമാം മനസ്സിനറിഞ്ഞിടാം. ആട്ടെ, ഞാനൊരു കാര്യം ഭവാദിയോടിഷ്ടസോദരി ചോദിച്ചിടട്ടെയോ. നിന്റെ ഈ ഇടം കാൽ കൊണ്ടു നീ തന്നെ മറ്റേ കാലിന്മേലൊന്നു ചവിട്ടിയാൽ പാപം തീരുവാൻ വേണ്ടി നീ ദക്ഷിണപാദം തൊട്ടു തലയിൽ വയ്ക്കാറുണ്ടോ? ആയതു പതിവില്ലെങ്കിലെന്നോടു നീ ഇതേ വിധം ചെയ്തതു കഷ്ടമായി. നിന്നോടു നീ പെരുമാറിടും വിധമെന്നോടും പെരുമാറുന്നതാണിഷ്ടം. രണ്ടിച്ചുള്ളൊരി നിന്റെ പെരുമാറ്റമൊന്നിച്ചു ചേർന്നിരുന്നൊരൻ ജീവനെ ഖണ്ഡിച്ച പോലെ വല്ലാത്ത വേദന തോന്നിച്ചു നെഞ്ചിലെന്നു ധരിക്ക നീ. നമ്മൾ തമ്മിൽ കടുകോളമന്തരം നിർമ്മിച്ചിടുന്ന വേലകളേതൊന്നും പാർത്തിടുന്നതെനിക്കതീദണ്ഡമാം. വാസ്തവത്തിൽ നാം രണ്ടാളുമൊന്നല്ലോ. മാധവൻ തന്നെയല്ലയോ രാധിക, രാധിക തന്നെയല്ലയോ മാധവൻ, മാധവൻ തന്നെയല്ലയോ രാധിക, രാധിക തന്നെ അല്ലയോ മാധവൻ.